ഡ്യുവൽ സൈലൻസർ കയറ്റിയതാണല്ലോ. ഡ്യുവൽ സൈലൻസർ കയറ്റിയിട്ടുണ്ട്, റിമോട്ട് കൺട്രോൾഡ് ആണ് അത്. ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാൻ പറ്റുമോ? സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു. ഇത് നോർമൽ സൗണ്ട് ആണ്. ഇനിയിപ്പോൾ നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫുഡ് മങ്കി വ്ളോഗ്സ്. ഞാൻ നിങ്ങളുടെ SJ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ വിയൂർപാലം സ്റ്റോപ്പ് ജോൺസ് ഹോണ്ടയുടെ നേരെ ഓപ്പോസിറ്റുള്ള നമ്മുടെ സ്വന്തം ഡ്രീം കാർസിലാണ്. സോ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം അർണോൾഡ് ബ്രോ ആണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ഇത് നമ്മുടെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1ൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് മറക്കാതെ എടുത്താണ്. ആൻഡ് നമുക്ക് ആദ്യം ഒരു സെൽറ്റോസ്, കിയോയുടെ സെൽറ്റോസ് അല്ലേ, 2022 മോഡൽ ഡീസൽ വേരിയന്റ് ആണ് വണ്ടി. ഓക്കെ, അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ കിട്ടും. ലോ കിലോമീറ്ററിൽ 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 27 അല്ലേ? ഓക്കെ. HTK പ്ലസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അലോയ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഓക്കെ, കമ്പനി സർവീസ് ആണ്. വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി. വണ്ടി നല്ല നീറ്റ് ആണല്ലേ? വണ്ടി നല്ല നീറ്റ് വണ്ടിയാ. ഓക്കെ, ഒന്നും റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. റീപ്ലേസ് ഒന്നും ഇല്ല. ആകെ 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസൽ വേരിയന്റ് ആണ്. ഡീസൽ മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും അത്യാവശ്യം. ഓക്കെ, നല്ല നീറ്റ് ആയിട്ടുള്ള അപ്പോൾസറീസ് ആണ്. കമ്പനി അപ്പോൾസറീസ് തന്നെയാണ്. അപ്പോൾസറി ആണ്. ഒന്നും ഒരു ചെറിയ വ്യത്യാസം പോലും ഇതിനകത്ത് വരുത്തിയിട്ടില്ല. ഓക്കെ, നല്ല നീറ്റ് ആണ്. അപ്പോൾ വണ്ടിയുടെ റേറ്റ് ഇത് വരുന്നത് 14,25. 14,25 അല്ലേ? ഓക്കെ, പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ലോണും കാര്യങ്ങളൊക്കെ കിട്ടും അല്ലേ? എത്ര വരെ കിട്ടും നമുക്ക് ലോൺ? നമുക്കൊരു 13 രൂപ വരെയൊക്കെ ലോൺ 13 വരെ കിട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു 1.25 ലക്ഷം രൂപ നമ്മൾ ഡൗൺ പേയ്മെന്റ് അടയ്ക്കേണ്ടി വരും. അതുകൂടാതെ ഈ ചെറിയൊരു സർവീസിന്റെ ഒരു കോസ്റ്റ് ഉണ്ടാവും. നമ്മളിവിടെ പാർക്ക് ആൻഡ് സെയിലാണ് വണ്ടിയുള്ള ഒരു ഇതെല്ലാം. 1% കമ്മീഷനാണ് വരുന്നത്. ഓക്കെ, നൈസ്. നെക്സ്റ്റ് ഒരു സൈലോ അല്ലേ? സൈലോ അല്ല, ഇത് കോണ്ടോ ആണ്. മഹീന്ദ്ര ക്വാണ്ടോ. ഓക്കെ, കാണുമ്പോൾ സൈലോടെ ഒരു ലുക്ക്. അതായത് ബാക്കിൽ ഇത്തിരി നീട്ടം കുറവുണ്ടാവും. സൈലോ ആകുമ്പോൾ അത്ര നീട്ടം ഉണ്ടാവും. ഓക്കെ, അതെ, ശരിയാണ്. ആ ബാക്കില് മറ്റേ ഇത് വരില്ലല്ലോ, ഇതിനകത്ത് ടയർ വരുന്നില്ലേ? ബാക്കില് ടയറും വരുന്നുണ്ട്. ഇത് നീളം കുറവാണ്. നീളം ഇത്തിരി കുറയും. സൈഡ് സീറ്റ് വരാം, അത് ബെഞ്ച് സീറ്റ് വരാം. ഓക്കെ, ഓക്കെ. ഇത് 2012 മോഡല് ഡീസൽ C4 എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഓക്കെ, അലോയ്സ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ അഡീഷണൽ ചെയ്തേക്കുന്നതാണ്. വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ഇത് ഏകദേശം റേറ്റ് ചോദിക്കുന്നത് 2,10,000 രൂപ. 2.10 അല്ലേ? ഓക്കെ, ചെറിയ നെഗോഷ്യബിൾ ആണ് റേറ്റ്. ഒരു SUV ടൈപ്പ് വണ്ടി. ഏകദേശം ഫ്രണ്ടും വലിപ്പം ഉണ്ട്. അതെ അതെ, അത്യാവശ്യം ഒരു 5 പേർക്ക് സുഖമായിട്ടിരുന്നു പോവാം. 7 പേർക്ക് പോവാം. സൈഡ് സീറ്റാന്ന് മാത്രം. ബാക്കിൽ സൈഡ് സീറ്റ് ആണല്ലോ. 1-2 സീറ്റർ ഈ ഒരു ബഡ്ജറ്റിന് ഒരു 7 സീറ്റർ അത്യാവശ്യം വലിപ്പമുള്ളൊരു വണ്ടി. അതെ അതെ. പിന്നെ മഹേന്ദ്രയുടെ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എഞ്ചിൻ സൈഡിലൊന്നും നോക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അതെ. പിന്നെ ഇത് ഒരു ഓടി 2012 മോഡല്. ഓക്കെ, A4 ആണല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക്. 1,05,000 കിലോമീറ്റർ ഓടിയേക്കണു. 1.5 മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാട്ടോ. ഓക്കെ, വണ്ടി വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്റീരിയർ 6 ടയർ ബാഗ് എന്തോ വരുന്നുണ്ട്. ഓക്കെ, നല്ല നീറ്റ് ആയിട്ടുള്ളൊരു ലക്സുറി ആയിട്ടുള്ളൊരു ഇന്റീരിയർ ആണ്. ഓട്ടോമാറ്റിക് അപ്പോൾസറീസ് ഒക്കെ നല്ല പ്രീമിയം വെൽ മെയിൻറ്റൈൻഡ് ആണ്. കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്തു പോണ വണ്ടിയാണ്. ഓക്കെ, ഇത് നമുക്ക് A4ന്റെ വണ്ടിയിൽ A6ന്റെ അലോയ്സ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫേസ് ലിഫ്റ്റിംഗ് മോഡലാണ്. റേറ്റ് വരുന്നത് 7,90,000 രൂപ. 7,90,000. നമുക്ക് പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് ഇതിനൊക്കെ ഒരു 3 ലക്ഷം അത്രയൊക്കെ 3 ലക്ഷമൊക്കെ കയറുള്ളൂ അല്ലേ? ഓക്കെ, നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 4-5 വരെയൊക്കെ നോക്കാം. ഓക്കെ, നൈസ്. ഓക്കെ, പിന്നെ ഒരു മഹീന്ദ്ര TUV 2017 മോഡല്. 57,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. T4 എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അലോയ്സ് കാര്യങ്ങൾ, പുത്തൻ ടയർ എല്ലാം ഉണ്ട്. പുതിയ ഇൻഷുറൻസ്. വണ്ടി വേറെ റീപ്ലേസ് ഒന്നും ഇല്ല കേട്ടോ. നീറ്റ് വണ്ടി, റെഡ് കളർ വണ്ടി. ഡീസൽ വേരിയന്റ് ആണ്. നല്ല നീറ്റ് ആയിട്ടുള്ളൊരു അപ്പോൾസറീസ് ആണ്. 7 സീറ്റർ ആണ്. സൈഡ് സീറ്റ്സ് ആണെന്ന് മാത്രം. ഓക്കെ, സ്ട്രൈറ്റ് സീറ്റ്സ് അല്ല, സൈഡ് മടക്കുന്ന പോലത്തെ ഒരു സീറ്റ് ആണെന്ന് മാത്രം. അതെ അതെ. ഇത് 5.25 ലക്ഷം രൂപ. 5.25 അല്ലേ? ഓക്കെ, പ്രൈസ് നെഗോഷ്യബിൾ. ഓക്കെ, പിന്നെ ഇത് ഡിസൈർ ഓട്ടോമാറ്റിക്. ഓക്കെ, 2019 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. 24 ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. VXI ഓട്ടോമാറ്റിക്. ഓക്കെ, വണ്ടി നല്ല നീറ്റ് വണ്ടിയാ. ഫുള്ള് കമ്പനി സർവീസ് ആണ്. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടി. ഓക്കെ, ഇന്റീരിയർ ഒക്കെ ആയാലും പുതുപുത്തം പോലെ ഇരിക്കണേ. ഓക്കെ, ഒരു എന്താ പറയുക, ബ്രൗൺ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ. നല്ല നീറ്റാണ് കാണുമ്പോൾ. വണ്ടി നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്.
നമ്മൾ റേറ്റ് ചോദിക്കുന്നത് 6,50,000 രൂപ. 650 അല്ലേ? ഓക്കെ, 6,50,000. നെഗോഷ്യബിൾ ആണ്. ഓക്കെ, ലോണും കാര്യങ്ങളെല്ലാം കയറും. അത് നീറ്റാ. പിന്നെ ഒരു ഡീസൽ ജാസ്. ഓക്കെ, ഇത് 2016 രജിസ്ട്രേഷൻ വണ്ടിയാണ്. K8 സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. വി എന്ന് പറഞ്ഞ അലോവീലും കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ഓപ്ഷനാണ്. ഓക്കെ, നീറ്റ് ആയിട്ടുണ്ടല്ലേ? നീറ്റ് വണ്ടിയാണ്. ഡീസൽ വേരിയന്റ് ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളും കിട്ടും. ഓക്കെ. ഇത് നമ്മൾ റേറ്റ് ആസ്ക് ചെയ്യുന്നത് 4,80,000 രൂപ. 480 അല്ലേ? ഓക്കെ, നല്ല നീറ്റ് ആയിട്ടുള്ള സർവീസ് ആണ്. കമ്പനി സർവീസ് ആണ് മൊത്തം. ഓക്കെ, ഡീസൽ വേരിയന്റ് ആണ്. സർവീസ് ഹിസ്റ്ററി ഉണ്ടാവും അല്ലേ? ഉണ്ട്, സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ഫുൾ കമ്പനി സർവീസ്. നൈസ്. ഒരു നീറ്റ് ആയിട്ടുള്ളൊരു ജാസ്. പിന്നെ ഇത് 2018 അമേസ്. പെട്രോൾ ഓട്ടോമാറ്റിക് വി ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. സെക്കൻഡ് ഓണറിൽ 70,000 കിലോമീറ്റർ 70,000 കിലോമീറ്റർ 70 സംതിങ് ഓടിയിട്ടുണ്ടല്ലേ? വേറെ റീപ്ലേസ് ഒന്നും ഇല്ല. ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഓട്ടോമാറ്റിക്. ഓക്കെ. വണ്ടി എക്സ്ട്രാ സെറ്റ് ഹമാന്റെ സെറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. വണ്ടി നല്ല നീറ്റാണ്. ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഈ വണ്ടി നല്ല സ്മൂത്ത് ആയിരിക്കും അല്ലേ? സ്മൂത്ത് ആയിരിക്കും. CVT ഗിയർ ബോക്സ് വരുന്ന വേറെ റീപ്ലേസ് ഒന്നും ഇല്ല. ടയറും കാര്യങ്ങളും ഫുൾ കവർ ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. ഓക്കെ. കമ്പനിയിൽ നിന്ന് ഇറക്കിയ വണ്ടി പോലെ ഉണ്ട്, പുതിയ വണ്ടി പോലെ ഉണ്ട് കാണുമ്പോൾ. ഒരു 6 ലക്ഷം രൂപയൊക്കെ നമുക്ക് ലോൺ കിട്ടും. നമ്മൾ റേറ്റ് ആസ്ക് ചെയ്യുന്നത് 6,80,000 രൂപ. 680. ഓക്കെ. 80,000 ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി സുഖമായിട്ട് ഓട്ടോമാറ്റിക് ആണ്. അത്യാവശ്യം ലക്ഷ്യം ലുക്ക് നിൽക്കേണ്ടതാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ബാക്കിലുണ്ട്. ഇത് മാരുതിയുടെ സെലിറിയോ ഓട്ടോമാറ്റിക് 2015 മോഡൽ വെഹിക്കിളാണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഫുള്ള് കമ്പനി സർവീസ് വണ്ടിയാണ്. വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, നീറ്റ് വണ്ടിയാണ് കേട്ടോ. ഓക്കെ. നമ്മൾ റേറ്റ് ചോദിക്കുന്നത് 4 ലക്ഷം രൂപ. 4 ലക്ഷം അല്ലേ? ഓക്കെ. വണ്ടി ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് തന്നെയാണ്. ഓക്കെ. നല്ല ഡുവൽ ടോണിൽ സീറ്റ് കവറാണ് ചെയ്തേക്കണം. അടിയിൽ കമ്പനി സീറ്റ് വേറെ ഉണ്ട്. കമ്പനി സീറ്റ് ഉണ്ടല്ലേ? ഓക്കെ. സീറ്റ് കമ്പനി എടുക്കുന്നുണ്ട്. ഓക്കെ. നീറ്റ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. 2015 മോഡൽ. 15 ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ. വേറെ സ്ക്രാച്ചസും ഡെന്റും അങ്ങനെ ഒന്നും തന്നെ ഇല്ല. നീറ്റ് വണ്ടി. അതുപോലെ തന്നെ ഇതൊരു പോളോ 2018 മോഡല്. ഓക്കെ. പെട്രോൾ വേരിയന്റിൽ വരുന്ന ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ട്രെൻഡ് ലൈനിലെ 1.2 തന്നെ അല്ലേ ഇത്? ഇല്ല, ഇപ്പൊ 1.0 മൈലേജ് 1 ലിറ്റർ ആണ് ഇപ്പൊ ഇറങ്ങുന്നത്. വണ്ടി വേറെ റീപ്ലേസ് ഒന്നും ഇല്ല. നീറ്റ് വണ്ടിയാണ്. 76,000 കിലോമീറ്റർ ഓടിക്കുന്നു. ഓക്കെ. വണ്ടി നല്ല പ്രീമിയം ആണ്. ആക്ച്വലി പോളോ ആയതുകൊണ്ട് തന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. കളറും ഒക്കെ ആയാലും നല്ല കോഫി ബ്രൗൺ കളർ. ഓക്കെ. നല്ല ലുക്ക്. നീറ്റ് വെഹിക്കിള്. നീറ്റ് വെഹിക്കിളാണ്. അലോയ്സ് അല്ല, നോർമൽ വീൽസ് ആണ്. വണ്ടി നല്ല നീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. വേറെ സ്ക്രാച്ചസും കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടി. ഓക്കെ. പക്ക. നമ്മൾ റേറ്റ് ചോദിക്കുന്നത് 4,80,000 രൂപ. 480. 2018 മോഡൽ. 18. ഓക്കെ. ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഓക്കെ. പിന്നെ ഇത് ഒരു ജാസ് ZX. ഓക്കെ. സൺറൂഫ് ഒക്കെ വരുന്ന മോഡൽ. സൺറൂഫ് വരുന്നുണ്ടല്ലേ? ഓക്കെ. 8 ടോപ്പ് എൻഡ് മോഡലാണ്. ഓക്കെ. പെഡൽ ഷിഫ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ന്യൂ ഷേപ്പാണ്. ഗ്രില്ല് കാര്യങ്ങളൊക്കെ പുതിയ ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ. 66,000 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർ വണ്ടി. 66 ഓടിയുള്ള സിംഗിൾ ഓണർ. കമ്പനി സർവീസ് ആണ്. വേറെ റീപ്ലേസ് ഒന്നും ഇല്ല വണ്ടി. ഓക്കെ. ഇന്റീരിയർ ഒക്കെ ആയാലും അത്യാവശ്യം നീറ്റ് ഇന്റീരിയർ ആണ്. ഓക്കെ. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് വരും. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ. നൈസ്. ഇത് റേറ്റ് വരുന്നത് 8 ലക്ഷം രൂപ. 8 ലക്ഷം. ഓക്കെ. ഇത് എത്ര ലോണ് കയറും? ജാസിനൊക്കെ ഒരു 6.5-7 ലക്ഷം രൂപ. 7 ലക്ഷം രൂപയൊക്കെ ലോൺ കയറില്ലേ? 1 ലക്ഷം രൂപ നമുക്ക് അടച്ചിട്ട് വണ്ടി എടുത്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ. പിന്നെ ഇത് മൈക്കർ തന്നെ 2013 മോഡല്. ഓക്കെ. പെട്രോൾ സിംഗിൾ ഓണർ വണ്ടിയാണ്. RX എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. ഒരു എയർ ബാഗ് വരുന്ന മോഡൽ. ഡ്യുവൽ എയർ ബാഗ് വരും അല്ലേ? ഒരെണ്ണം സിംഗിൾ വരണോ? സിംഗിൾ എയർ ബാഗ് വരണ. സീറ്റ് കാര്യങ്ങളൊക്കെ ആയാലും വേറെ ഒന്നും ചെയ്യേണ്ട വണ്ടി. നീറ്റ് വണ്ടിയാണ്. വേറെ സ്ക്രാച്ച് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ഓക്കെ. ക്ലീൻ പീസ് വണ്ടിയാണ്. ഓക്കെ. ഇത് 2.25 ലക്ഷം രൂപ വരുന്നുള്ളൂ. 2.25 അല്ലേ? ഓക്കെ. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ. ഫിനാൻസ് കിട്ടാൻ ചാൻസ് കിട്ടും. 13 വണ്ടിയല്ലേ, ഫിനാൻസ് ചെയ്യാൻ പറ്റും. കിട്ടും അല്ലേ? ഓക്കെ. അതായത് 2018 മൈക്രോ ഓട്ടോമാറ്റിക്. ഓക്കെ. ഇത് ആക്ച്വലി സോൾഡ് ആയി അല്ലേ? ലോണിന് പോയേക്കാണ്. ഏകദേശം ഇത് 4.50 അല്ലേ? അതിനുള്ള മുതലുണ്ട്. വണ്ടിയുണ്ട്. ഒരു 2 ലക്ഷം രൂപയുടെ തന്നെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട്. അലോയി, സ്കേർട്ടിങ്, എക്സ്ട്രോണിക്കിന്റെ എക്സോസ്റ്റ് വാൽവ് കാര്യങ്ങള്. ഓക്കെ. ഇന്റീരിയർ ആയാലും ക്ലോസ്ഡ് ആണ്, പക്ഷെ ഇന്റീരിയർ നല്ല നീറ്റ് ആയിട്ടുള്ള ലെതർ സീറ്റ് കാര്യങ്ങൾ, ടച്ച് സ്ക്രീൻ എല്ലാം ചെയ്തിട്ടുണ്ട്. XV എന്ന് പറയുന്ന 18 ടോപ്പിന്റെ. ഓക്കെ. ഇത് ആക്രോപോവിക്കിന്റെ ഡ്യുവൽ സൈലൻസർ കയറ്റിയതാണ്. ഡ്യുവൽ സൈലൻസർ കയറ്റിയുണ്ട്. റിമോട്ട് കൺട്രോൾഡ് ആണ് അത്. ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാൻ പറ്റുമോ? സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു. സൈലൻസറിന്റെ കീ ആണ് ഇത്. വണ്ടിയുടെ കീ. അതെ.
സൈലൻസറിന് വേണ്ടി എക്സ്ട്രാ ഇത് ഓൺ ഓഫ് എല്ലാം വരുന്നുണ്ടല്ലേ? ഓക്കെ നൈസ്. ഇത് മറ്റേ സ്വിച്ച് മറ്റേ പുഷ് ബട്ടൺ സ്റ്റാർട്ട് തന്നെയല്ലേ? ഓക്കെ. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ നോക്കട്ടെ. ഇത് നോർമൽ സൗണ്ട് ആണ്. ഇനിയിപ്പോൾ നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത് ഓഫിലത്തെ സൗണ്ട്. അടിപൊളി സൗണ്ട്. ഏകദേശം നല്ലൊരു പണി എടുത്തിട്ടുണ്ടല്ലേ? കാശ് മുടക്കി പണി എടുത്തിട്ടുണ്ട് വണ്ടി. ഓക്കെ. അലോയ്സ് ഒക്കെ BBSന്റെ അലോയ്സ് 15 ഇഞ്ചിന്റെ ടയറൊക്കെ അതെ ഒരു ബലൂൺ ടയർ പോലെ ലോ പ്രൊഫൈൽ ടയർ പോലെ ചെയ്തിട്ടുണ്ട്. ആൻഡ് എക്സ്ട്രാ സ്പോയിലേഴ്സ് കയറ്റിയിട്ടുണ്ട്. വണ്ടി നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടന്ന വണ്ടിയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വണ്ടി സോൾഡായി. കാര്യങ്ങള് ഉള്ളിലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് സെപ്പറേറ്റ് വേറെ റിമോട്ട്സ് ഒക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഒരു കൈഗർ അല്ല ലോഡ്ജി റിനോൾട്ട് ലോഡ്ജി 2017 മോഡല് സിംഗിൾ ഓണർ വണ്ടി, ഡീസൽ വേരിയന്റ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ വെഹിക്കിളാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ? 7 സീറ്ററിൽ. ഓക്കെ. വണ്ടി നല്ല നീറ്റ് തന്നെയാണ്. അലോയ്സ് കാര്യങ്ങൾ ക്രൂയിസ് കൺട്രോൾ അടക്കം ഉണ്ടാവും വണ്ടി. ഓക്കെ. നല്ല നീറ്റ് ആയിട്ടുള്ള ഇന്റീരിയർ ആണ്. ഒരു പ്രീമിയം ലുക്ക്. 7 സീറ്ററാണ്. ബാക്കിൽ നല്ല അത്യാവശ്യം സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെയും സെൻട്രലൈസ്ഡ് AC-യുടെ എല്ലാ ക്യാമ്പിനിലേക്കും ഉണ്ട്. ബാക്കിൽ വരെ ഉണ്ട്. ഓക്കെ നൈസ്. ചാർജിങ് പോർട്ട് അടക്കണ്ടെന്ന് തോന്നുന്നു ബാക്കിൽ എടുക്കാം. ഓക്കെ നൈസ്. ടോപ്പിന്റെ വണ്ടിയാണ്. 85 ഇഞ്ചിനാണ്. മൈലേജ് കൂടുതൽ കിട്ടുന്നത്. ഓക്കെ. എത്ര ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ്? ഇത് 5,70,000 രൂപ. 5,70,000 അല്ലേ? 17 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. ഓക്കെ നൈസ്. ആൻഡ് പിന്നെ ഒരു വാഗണർ. ഇതും ആക്ച്വലി അഡ്വാൻസ് ആയി നിൽക്കുന്ന വണ്ടിയാണ്. 2015 സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ. 15 അല്ലേ? ഓക്കെ. ലോണിന് പോയേക്കണ്ട. നീറ്റാണ്. അപ്പോൾസറീസും ഓക്കെ ആണ്. ഓക്കെ. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇത് 3,40,000 രൂപ. 3,40,000 അല്ലേ? ആക്ച്വലി അഡ്വാൻസ് ആയി എടുക്കാം. സോൾഡ് ഇട്ടേക്കണേ. ഓക്കെ. ഫൈൻ. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ വീഡിയോ കുറച്ച് ലെങ്ത് ആയി. അപ്പോൾ നമുക്ക് എന്തായാലും പാർട്ട് 2 വീഡിയോ ഇവിടെ ഫിനിഷ് ചെയ്യാണ്. ആൻഡ് പാർട്ട് 3 നമുക്ക് പെട്ടെന്ന് ഷൂട്ട് ചെയ്യാം. ആൻഡ് നമുക്ക് അടുത്ത ദിവസം നമുക്ക് പോസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ.